ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യുന്ന ലെവൽസ് ആൻഡ് അനാലിസിസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്, സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ഞാൻ ഇത്രയ്ക്ക് ലെവൽസ് ആണ് എക്സാക്ട് ഇതുപോലെ തന്നെയാണ്, മാറ്റം എടുത്തിട്ടില്ല. ഇതാണ് ഞാൻ ഷെയർ ചെയ്ത ലെവൽസ് കാര്യങ്ങളൊക്കെ. എന്ത് നോക്കിക്കോ, എന്തെങ്കിലും മറ്റേ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റൈറ്റ്. മോർണിംഗ് ഓപ്പണിംഗ് തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആക്കിയവർ, ബട്ട് എന്തായി അത് നമുക്കറിയാറുള്ളൂ. എന്തായാലും പ്രൈസ് താഴേക്ക് തന്നെ വരുള്ളൂ. സോ പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങി. ആൻഡ് ദെൻ കണ്ട കറക്റ്റ് 6:30 ആ ഒരു ലെവലാണ് ഒത്തിരി നേരം ഇവിടെ കൺസോളിഡേഷൻ ഇവിടെ മോർണിംഗിനുള്ളൂ. ബ്രേക്ക് ഡൗൺ ആൻഡ് ദെൻ താഴെ വന്നു. എവിടെ വന്നു? നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഏരിയ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഓക്കെ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഇനിയും നാളത്തേക്ക് അത് മസ്റ്റാണ്. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് ഹോൾഡ് ചെയ്താലേ ഫെർദർ അപ്പ് സൈഡ് കിട്ടുള്ളൂ, ഓർ ഫെർദർ ഡൗൺ സൈഡ് കിട്ടും. ഇപ്പോൾ ഈ നമ്മുടെ കയ്യിൽ തേർഡ് വേവ് കംപ്ലീറ്റഡ് ആണ്. ഫോർത്ത് വേവിലാണ് ഇപ്പോൾ പാറ്റേൺ ഉള്ളത്. ഫോർത്ത് വേവ് കംപ്ലീറ്റ് ആയോ ഇല്ല നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് ആയി ആൻഡ് ഫോർത്ത് ഈസ് ഓൺ ഗോയിങ്. ഫോർത്ത് ഇവിടെ തീർന്നു, കുറച്ചുകൂടി താഴെ വന്നിട്ടാണ് മുകളിലേക്ക് കയറുന്നതെന്ന് അറിയില്ല. ഓക്കെ, ആൻഡ് ദെൻ ഫിഫ്ത്ത് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് സ്ട്രക്ചർ നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഫിഫ്ത്ത് എവിടെ വരെ പോകും അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫോർത്ത് വേവ് കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, സോ ന്യൂ വ്യൂവേഴ്സ് ശ്രദ്ധിച്ചോ, നമ്മൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഈ ഒരു കൗണ്ടിങ് 1 2 3 4 5. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ അങ്ങനെ തന്നെ മൂവ് ചെയ്യാറുള്ളൂ. മുകളിനെ താഴേക്കായാലും താഴെ മുകളിലേക്കായാലും ഓൾമോസ്റ്റ് എല്ലാ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ടു 15, 1 hour, 75 മിനിറ്റ്സ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഓൾ ഓവർ എല്ലാം അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ മൂവ് ആവാറുള്ളൂ. നിങ്ങളൊന്ന് നോക്കാൻ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാകും അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേഗം ഫർദർ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, 6:30 ഇപ്പോൾ ഇനി ബ്ലൂ മാറ്റി ചെയ്യാൻ കാരണം ആ ഒരു ടെറിട്ടറിയിലേക്ക് പ്രൈസ് ഇപ്പോൾ വന്നു, കണ്ടോ? സോ ഇത് ഇനി ഫോർത്ത് വേവ് ആണെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് തന്നെ കയറുവാണെങ്കിൽ ഗുഡ്. അപ്പോൾ ഫിഫ്ത്ത് വേവിൽ നമുക്ക് ഫർദർ അപ്സൈഡ് ഫിഫ്ത്ത് വേവ് കിട്ടും. ഓക്കെ, ഈ നമ്മുടെ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് ഓഫ് ചാനലിലും ഉണ്ടാകും. ഓക്കെ, ഇൻ കേസ് നാളെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ഏതാ ഇനി നമുക്ക് ഈ ഒരു ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് 550, 23 550 അങ്ങനെ ഒരു ഏരിയ വരുന്നു. ഈ ചാനൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഞാൻ തന്ന സപ്പോർട്ട് ട്രെൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ കിട്ടുവാണെങ്കിൽ ഫർദർ മൂവ് താഴേക്ക് കിട്ടും. അത് എവിടെ വരെ കിട്ടുമെന്ന് നമ്മുടെ റീട്രേസ്മെൻറ്റ് എടുക്കാം. ഫിബ് റീട്രേസ്മെൻറ്റ് താഴത്തെ മുകളിലേക്ക് നമ്മൾ അങ്ങനെയാണ് ഫിബ് റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കാറുള്ളൂ. ഓക്കെ, ആൻഡ് ലേറ്റസ്റ്റ് ഹൈ ആൻഡ് ലേറ്റസ്റ്റ് ലോ. ഓക്കെ, സോ ഇന്ന് കണ്ട പോസ് എടുക്കുന്നത് കറക്റ്റ് എവിടെയാണ്? 23.60%. അത് പോസ് എന്ന് പറയുള്ളൂ. ഫർദർ ഫോൾ ശരിക്കും വരേണ്ടതാണ്. ഇനി നാളെ ന്യൂസ്, നമ്മുടെ RBI പോളിസിയുടെ ന്യൂസ് ഉണ്ട്. ആ ബേസിൽ എങ്ങനെ എനിക്കറിയില്ല. സോ ഇത് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഫർദർ ഫോൾ താഴേക്ക് വരും. ആ ഫോൾ എവിടെ വരെ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതാണ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആ ഫോൾ വരേണ്ടതാണ്. ബാക്കി സപ്പോർട്ട് ലെവലിലേക്ക് ഞാൻ പെർഫെക്റ്റ്ലി ഇങ്ങോട്ട് കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. 23,150 ശരിക്കും ഇവിടെ വന്നിട്ടാണ് ശരി പിന്നെ മുകളിലേക്ക് പോകേണ്ടത്. കാരണം വെച്ചാൽ ഫോർത്ത് വേവ് കുറച്ചുകൂടി താഴേക്ക് വരാറുള്ളൂ യൂഷ്വലി. ഓക്കെ, ഇനി ഈ സ്ട്രക്ചർ ഇനി ഇവിടെ വെച്ചാലും ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോഴും 81.20% ഇവിടെ വരുന്നുണ്ട്. സോ ഏകദേശം 300 ആ ഒരു റേഞ്ച് ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരേണ്ടതാണ്. ഈ ഒരു രണ്ട് ഏരിയയിൽ ഇവിടെ വരുന്നത്. ഓക്കെ, പ്രൈസ് എന്തായാലും ഇവിടെ വരേണ്ടതാണ്. ഇതിൻ്റെ ഈ ഒരു ചാനൽ, ഈ ഒരു സപ്പോർട്ട് ലൈൻ, ബ്ലാക്ക് കളറുടെ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ആയാലും മാത്രമേ, അല്ലെങ്കിൽ ബ്രേക്ക് ആയില്ലെങ്കിൽ ഇവിടെ തന്നെ ഫിഫ്ത്ത് വേവ് മുകളിലേക്ക് പോകാൻ തുടങ്ങും. സ്ലോലിയാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പ് മൂവ് ലിമിറ്റഡ് ആണ്. ഫിഫ്ത്ത് മൂവിലേക്കാണ് ഞങ്ങൾ കയറാൻ പോണേ. ശ്രദ്ധിച്ചോളൂ, ഫിഫ്ത്ത് മൂവ്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോൾ വരും. 1 2 3 4 5 കിലോമീറ്റർ ആയി ദെൻ വീണ്ടും അഗെയിൻ ഒരു ഫോൾ നമുക്ക് മുകളിൽ പോയി ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആയിട്ട് ദെൻ ഫർദർ ഒരു ഫോൾ വരും. അത് ആദ്യം ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, ഓർ ഫോർത്ത് വേവ് ഇതിൻ്റെ ഫോർത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ഫോർത്താണ്. ഈ ഫോർത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടുന്ന് കയറാൻ തുടങ്ങും. ഓർ ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ താഴേക്ക് വരും. താഴേക്ക് ഈ ഒരു ഏരിയ എവിടെയെങ്കിലും ഇവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുക്കേണ്ടത്.
ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ. അപ്പോൾ പ്രൈസ് ഇവിടെ വന്ന കൊള്ളം ഇവിടെ നിന്ന് വീണ്ടും 5th വ്യൂവിലേക്ക് നമുക്ക് പിന്നെ അപ്പോൾ സ്ട്രക്ചർ കുറച്ച് ചേഞ്ച് ആകും, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, സോ നാളെ ഇനി നോക്കാൻ നമുക്ക് മെയിൻ ഇത് മാത്രം നോക്കാനുള്ളൂ. ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഡൗൺ സൈഡ് 550 ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു സപ്പോർട്ട്, ഇത് ബ്രേക്ക് ഡൗൺ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാകും. ഓർ ഇത് ഹോൾഡ് ചെയ്ത ഫർദർ മുകളിലത്തെ ഒരു ലെവൽസ് ഈ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 23,800, 910 ആൻഡ് 24,000 വരെ പോകാനുള്ള. സോ അത്രയ്ക്ക് മുകളിലേക്ക് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ എല്ലാം. ഓക്കെ, സോ ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നമുക്ക് നോക്കാം. എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പാൻഡിങ് ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് എക്സാക്ട്ലി റെസിസ്റ്റൻസ് ആയിരുന്നു, ദെൻ ഫോൾ. ഇതിനകത്ത് നമ്മുടെ 30 minutes ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിവിടെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എനിക്കറിയില്ല, കണ്ടോ എക്സാക്ട്ലി ഇവിടുന്ന് പിൻ ബാർ ഫോം ആയതാണ്. ഓക്കെ, പിൻ ബാർ ഫോം ആയിട്ടാണ് ഇവിടുന്ന് പ്രൈസ് വരെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോയത്, കണ്ടോ 30 minute ടൈം. സോ നമ്മൾ ടൈം ഫ്രെയിം മാറ്റി നോക്കണം, അല്ലെങ്കിൽ നമുക്കത് പിടികിട്ടത്തില്ല. ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഹാമർ പോലെയാണ് ഇത്, കണ്ടോ 1 hour 30 minutes ഇങ്ങനെയാണ്. ഓക്കെ, സോ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതൊക്കെ എല്ലാം ട്രേഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വേവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 ഫുൾ 3 4 5 ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് കയ്യാറായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കയ്യാറായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി WXY ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് കറക്ഷൻസിലാണ്, അതാണ് ഒരു മിനിറ്റ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. കറക്ഷൻസിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 50,755. ബാങ്ക് നിഫ്റ്റിയുടെ അപ്സൈഡ് മൂവ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ എങ്ങാട്. ഇനി നാളെ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ ഏത് ബേസ് എങ്ങനെ അവർ ന്യൂസ് ബേസ്ഡ് ആണ്. സോ ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ അപ്സൈഡ് ഇൻ കേസ് അപ്സൈഡ് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ലിമിറ്റഡ് അപ്സൈഡാണ്. ഓക്കെ, ലിമിറ്റഡ് അപ്സൈഡാണ് ബാങ്ക് നിഫ്റ്റി പോകുന്നത്. സ്മോൾ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എൻഡിങ് ടൈമിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റിയുടെ അപ്പ് മൂവ് കയ്യാറായിട്ടുണ്ട്, 5 മൂവ് കയ്യാറായിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി ഇപ്പോൾ 4th ഉള്ളത്, മനസ്സിലാക്കണം. നിഫ്റ്റി ഇപ്പോൾ 4th ഉള്ളത്. ബാങ്ക് നിഫ്റ്റി 5th ഓൾമോസ്റ്റ് തീർക്കാൻ നിൽക്കുവാണ് ഇവിടെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി തീരുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഇത് ലിമിറ്റഡ് ആണ്, അപ്സൈഡ് ലിമിറ്റഡ് ആണ്. പിന്നെ അപ്സൈഡ് ലിമിറ്റ് കഴിഞ്ഞാൽ 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വീണ്ടും ഫോൾ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി മുകളിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് നോക്കണമെന്നാണ് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയംസ് കാര്യങ്ങളൊക്കെ അറിയാലോ. സോ നാളത്തേക്ക് ശ്രദ്ധിക്കുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈസിലി സ്ട്രക്ചർ കറക്റ്റീവ് സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത്. അതിലേക്ക് ആക്ച്വലി ഞാൻ ഇതുവരെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടില്ല കറക്റ്റീവ് സ്ട്രക്ചർ. അതാണ് നമ്മുടെ ഈ ഒരു ഇഷ്യൂ വരുന്നത്. നിങ്ങൾ വേഗം പഠിക്കുക, എല്ലാവരും കൂടി വേഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഇത് കിട്ടുകയുള്ളൂ. എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ സെബിയുടെ ഇപ്പോൾ അത്രയ്ക്ക് സ്ട്രിക്റ്റ് റൂൾസ് കാര്യങ്ങളൊക്കെ വരും, നമുക്ക് ക്ലിയർലി എക്സാക്ട്ലി ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. എപ്പോഴാണ് അവർ ചാനൽ ക്ലോസ് ചെയ്യുന്നത്, പല ആളുകളുടെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ലേണിംഗ് വീഡിയോസ് ഞാൻ എന്തോരം ലേണിംഗ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. എനിക്കത് പറയാനുള്ളൂ. ഞാൻ ഒരു വാട്സപ്പിൽ, ടെലിഗ്രാമിൽ അല്ലെങ്കിൽ പ്രീമിയം ചാനലിൽ ഒന്നും ഞാൻ കൊടുക്കാറില്ല. ഒരു കോഴ്സോ ഒന്നുമില്ല. സോ ഞാൻ ചെയ്ത് ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതെവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് സേവ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചോളൂ. ആ വീഡിയോ സേവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് അതിൻ്റെ ആ ഒരു വേവ്സ് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അത് എവിടെയെങ്കിലും ബുക്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചു. പ്രത്യേകിച്ച് കുറച്ച് മെയിൻ നമ്മുടെ ഈ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ഇനി മറ്റേ വീഡിയോസ് എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ തന്നെ ഞാൻ വേവ്സ് വേഗം സ്റ്റാർട്ട് ചെയ്തേക്കാം. വേവ്സ് 1 2 3 4 5 അതിൽ ഞാൻ മാക്സിമം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു അത് കഴിയും. ദാറ്റ് മീൻസ് എത്ര എനിക്ക് തരാൻ പറ്റുന്നത് ഒരു ലേണിംഗ്, എൻ്റെ ഒരു സ്റ്റഡി, നമ്മളെല്ലാവരും ഒരു ശരിക്കും ഒരു ലേർണറാണ് ട്രേഡിങ്. നമ്മുടെ ട്രേഡിങ്ങിൽ ഷെയർ മാർക്കറ്റിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, അല്ലാണ്ട് ആരും എക്സ്പേർട്ട് അല്ല. എല്ലാവരും എക്സ്പേർട്ട് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും ലോസ് ചെയ്യണം. ഒത്തിരി പേര് എല്ലാവരും ഐ തിങ്ക് എല്ലാവരും ലോസ് ചെയ്യാറുണ്ട്. ലോസൊക്കെ എല്ലാവരും ചെയ്യും. ലോസ് ഇല്ലാത്ത ദിവസം അങ്ങനെ പോകാറില്ലല്ലോ. മോസ്റ്റ്ലി എല്ലാവരും ചെറിയ ലോസ് അങ്ങനെയൊക്കെ ഒപ്പിക്കാറുണ്ട്, ലോസ് ഇല്ലാത്ത ആളുകൾ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി.
ലേൺ ചെയ്യണം, മസ്റ്റായിട്ട് ലേൺ ചെയ്യണം. മാർക്കറ്റിൽ എത്ര നാൾ കോൾ അവരുടെ കോൾ ചോദിച്ച് നടക്കും. കോളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റാണ്. ഒന്നാമത് സെബി ഫസ്റ്റ് ആക്ഷൻ എടുത്തേക്കുന്നത് അങ്ങനത്തെ ആളുകളിലാണ്. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഓക്കെ, യെസ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് പറയാനില്ല. സെൻസെക്സിൽ പോകാൻ നമുക്ക് സെൻസെക്സിൽ ഓൾമോസ്റ്റ് ആ സ്ട്രക്ചർ തന്നെയാണ് സെൻസെക്സിൽ എനിക്ക് ഉള്ളത്. ഓക്കെ, സെൻസെക്സിൽ ഉള്ളത് ഇതുപോലെ തന്നെയാണ് സെൻസെക്സിൻ്റെ സ്ട്രക്ചർ. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഓക്കെ, ഓർ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ഇന്നത്തെ ലോ അടുത്ത്. യെസ്, ഇത് ഓക്കെ. ഈ ചാനൽ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ഫുൾ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ ഇതിലും അങ്ങനെ തന്നെയാണ് സ്ട്രക്ചർ. അതിൻ്റെ ഫിബൊനാച്ചി വെച്ച് നമ്മൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി എങ്ങനെ വെക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, ഞാൻ ഇല്ലറ്റ് വേവിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. സോ കണ്ടോ 23.60% ആ ഏരിയയിലാണ് സപ്പോർട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ചത്. സോ അത് ശരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. ഇനി നോക്കാനുള്ളത് ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ തരുമോ, അവിടെ ഇവിടെ നിന്ന് തന്നെ ഗ്യാപ്പ് ഡൗൺ ആക്കുമോ, അതാണ് നോക്കാനുള്ളത്. ഞാൻ സൈഡ് ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ഇപ്പോൾ അല്ല. ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിലായാലും നമ്മുടെ സെൻസെക്സിലായാലും ഇതിൻ്റെ ഹൈ, ഈ ഒരു ഹൈ ഇന്നലെ അടിച്ച ആ ഒരു ഹൈ, ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് തേർഡ് വേവിൻ്റെ ഹൈ, ദെൻ ഞാൻ ബുള്ളിഷ് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ താഴേക്ക് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ, ഇത് ബ്രേക്ക് ഡൗൺ തരേണ്ടതാണ്. ഓക്കെ, താഴേക്ക്. അപ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി ആ ഒരു കാൽക്കുലേഷൻ നമ്മുടെ ഫോർത്ത് വേവിൻ്റെ ഫോൾ കറക്റ്റ് ആവുള്ളൂ. ജെനുവലി ഞാനൊരു കാര്യം പറയാം. നമുക്ക് നിഫ്റ്റിയിൽ തന്നെ വീണ്ടും ഞാൻ പോവുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇതുവരെ അത് ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ഫുൾ ഫസ്റ്റ് വേവ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് വേവിൽ എത്ര മൂവ്? 5 മൂവ്. 1 2 3 4 5 5 മൂവ് അല്ലേ? ഈ മൂവ് ഇത്ര ഹെൽത്തി. ഇത് സബ് കോണ്ടിനെൻ്റ് മൂവ്സ് ആണ്, സ്മോൾ മൂവ്സ്. ഓക്കെ, ഇത് 5 മൂവ് കഴിഞ്ഞാൽ ഒരു വേവ് ആവുള്ളൂ. അത് ഇത്ര വലുതാവാൻ പാടില്ല. എത്ര വലുത്? ദാറ്റ് മീൻസ് ഇത് കൊണ്ടോ 800 ടു എത്ര വരെ പോയി? എങ്ങനെയാണത്? 600 ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റ് പോയി? പെർസെൻറ്റ് പോട്ടെ, നമുക്ക് 6 7 800 പോയിൻറ്റ്സ് സംതിങ് വേണം. അത്ര പോയിൻറ്റ്സ് പോകാൻ പാടില്ല. ദാറ്റ് മീൻസ് ഫസ്റ്റ് വേവ് ചെറുതാണെങ്കിൽ ബാക്കി എല്ലാം വേവ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി വേവ് ആവുകയുള്ളൂ. ഹെൽത്തി മൂവ്സ് നമുക്ക് കിട്ടും, ഡൗൺ സൈഡ് ആയാലും അപ്പ് സൈഡ് ആയാലും. അതിലാണ് കുറച്ചുകൂടി നമുക്ക് ഓപ്ഷൻ ബയർസിന് കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ ഒരു ചാനൽ ടൈപ്പ് അതിൽ കുടുങ്ങിപ്പോയി, മനസ്സിലായി? അതാണ് നമുക്കിപ്പോൾ ഈ ഒരു നിലവിൽ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല നല്ല ട്രേഡ്സ് ഒന്നും കിട്ടുന്നില്ല. 2 ദിവസമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകെ നമ്മൾ സ്റ്റക്കായി കിടക്കണം. കറക്റ്റായിട്ട് പ്രോപ്പർ ട്രേഡ് ഒന്നും കിട്ടി കാണുന്നില്ല 2 ദിവസമായിട്ട്. അതാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് മെയിൻ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടിയാണ് ഇത് കണ്ടോ, സെക്കൻഡ് വേവിൻ്റെ ഫോൾ വന്നിരിക്കുന്നില്ലേ? സെക്കൻഡ് വേവിൻ്റെ ഈ ഫോൾ ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോൾ വന്നിങ്ങനെ ഏകദേശം അത്ര തന്നെ ഫോർത്ത് വേവിൻ്റെ ഫോൾ വരേണ്ടതാണ് നോർമലി ഐഡിയൽ കേസസിൽ. ഓക്കെ, എത്ര പോയിൻറ്റ്സാണ് ഇത്? ഓൾമോസ്റ്റ് 400 പോയിൻറ്റ്സ് ഉണ്ട്. കണ്ടോ, 400 പോയിൻറ്റ്സിൻ്റാണ് ഈ ഫോൾ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ആകെ വന്നിരിക്കുന്നത് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോളാണ്? ഇത് കണ്ടോ, ഒരു 200 പോയിൻറ്റ്സ് സംതിങ് എന്തോ ഫോൾ വന്നിരിക്കുന്നതാണ്. 400 വന്നിട്ടില്ല, മനസ്സിലായി? ഫോർത്ത് വേവ് ശരിക്കും ഓൾമോസ്റ്റ് ഏകദേശം ഇത്ര വരേണ്ടതാണ് നോർമലി. ഓക്കെ, ഏകദേശം മീൻസ് എക്സാക്റ്റ്ലി അല്ല, ഏകദേശം അത്ര വരേണ്ടതാണ് ഫോർത്ത് വേവ്. അങ്ങനെയാണ് ഒരു ശരിക്കും ഇല്ലിറ്റ് വേവിൻ്റെ ഒരു റൂൾ. നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എപ്പോഴും അല്ല, പക്ഷെ നോർമലി അത്ര വന്നാൽ അപ്പോൾ ദാറ്റ് മീൻസ് യെസ് ഓൾമോസ്റ്റ് ആ ഒരു കറക്ഷൻ കറക്റ്റായി എന്ന് പറയാറുണ്ട്. ഓക്കെ, അതൊരു റൂളാണ് ഷെയർ ചെയ്ത് തരണം. സോ അതുകൊണ്ടാണ് ഞാനൊരു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്താൽ ഞാൻ അത്രയ്ക്ക് ഒരു ബുള്ളിഷ് ആവില്ല. ബൗൺസ് ചെയ്താൽ വീണ്ടും ഞാൻ താഴേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് ഇതിൻ്റെ അബവ് പോകാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ അബവ് കഴിഞ്ഞാൽ പിന്നെ 5th മൂവ് സ്റ്റാർട്ടായി. 5th വേവാണ് അപ്പോൾ പോകുക. ഓക്കെ, സോ കോഷ്യസ് വേണം, ഇത്തിരി കോഷ്യസ് ഒക്കെ വേണം. നാളെ ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കുള്ളൂ. നമ്മുടെ RBIയുടെ ഇമ്പാക്റ്റ് ബാങ്ക് നിഫ്റ്റിയിലായിരിക്കുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റി അവർക്ക് ഗ്യാപ്പ് ഒക്കെ പൊട്ടിക്കോ, അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പൊക്കുമോ, അതാണ് ഇന്ന് നോക്കാനുള്ളത്. ഐ തിങ്ക് ഒരു 10 o'clock ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു റിസൾട്ട്. പിന്നെ 1 hour അതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എക്സാക്ട്ലി അറിയുള്ളൂ. ഞാൻ ചാറ്റ് ബോക്സിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആക്റ്റീവ് ആവാറുണ്ട്. സോ അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ ഒരു മൂവ്. മോർണിംഗിൽ മൂവ് ഉണ്ടാവത്തില്ല, മോർണിംഗ് ഒരു ഫ്ലാറ്റ് ആക്കും കേട്ടോ. സോ 10 മണിയാകുമ്പോഴത്തേക്ക് ആയിരിക്കും അതിൻ്റെ ഒരു
ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.